അച്ഛാ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം യൂറോപ്പിലും, അതായത് വത്തിക്കാനിൽ, ലോകം മുഴുവനും ദുഃഖകരമായൊരു സംഭവമാണ്. കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ സന്തോഷത്തിൽ നിന്ന് ഈ ഒരു വിയോഗ വാർത്തയിൽ എല്ലാവരും ഞെട്ടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം നമുക്കിപ്പോൾ കാണാൻ പറ്റിയതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ വത്തിക്കാൻ മീഡിയ പുറത്തുവിട്ടു. വത്തിക്കാനിലേക്ക് ഇപ്പോൾ ജനലക്ഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 10,000 എത്തിയിരിക്കുന്നു. അച്ഛനിപ്പോൾ ജർമ്മനിയിലാണ്, യൂറോപ്പിലാണ്. അച്ഛൻ എന്താണ് ഇപ്പോൾ അവിടുത്തെ ആ ഒരു അനുഭവം പറയാനുള്ളത്? ജർമ്മനിയിൽ ഇപ്പോൾ ഈ മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത അറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. ഞാനും പ്രത്യേകമായിട്ട് നമ്മുടെ ലോകം മുഴുവനുള്ള ക്രൈസ്തവരുടെയും അക്രൈസ്തവരുടെയും പ്രതീക്ഷയുടെയും അനുഗ്രഹമയുടെ ഒരു പ്രതീകമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം ഏർപ്പെടുത്തുകയാണ്. ഇന്നലെ ഞങ്ങൾക്കിവിടെ ഈസ്റ്റർ മൊണ്ടാഗ് എന്ന് പറയുന്ന, അതായത് ഈസ്റ്റർ മൺഡേ സെലിബ്രേഷൻസ് പള്ളികളിൽ നടക്കുന്ന സമയത്താണ് ഈ അറിയിപ്പ് ഞങ്ങൾക്ക് കുർബാന മധ്യേ എനിക്ക് കിട്ടിയത്. ഉടനെ തന്നെ ജനങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ നിശബ്ദമായി മാർപ്പാപ്പയ്ക്ക് അല്പസമയം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. വലിയൊരു ഷോക്കാണ് ഈ വാർത്ത സ്വീകരിച്ചത് തന്നെ. അപ്പോൾ യൂറോപ്പിലെ ജർമ്മനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആ വിശ്വാസികൾക്കൊക്കെ വലിയൊരു പ്രതീക്ഷയുടെ ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ മാർപ്പാപ്പ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല പ്രാവശ്യം റോമിൽ, വത്തിക്കാനിൽ പോകുന്ന സമയങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പേപ്പൽ ഓഡിയൻസ് അതിനകത്ത് പങ്കെടുക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു തവണ പങ്കെടുത്തപ്പോൾ അതിനകത്ത് ഏറ്റവും അടുത്ത് തന്നെ മാർപ്പാപ്പയൊന്ന് കാണാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ മുഖത്തെ പുഞ്ചിരിയാണ് ഇന്നും മായാതെ നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ 3 വാക്കുകളിൽ ഒതുക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക. മാർപ്പാപ്പയെ ഒരു മനുഷ്യത്വത്തിന്റെ പ്രതീകം, നന്മയുടെ പ്രതീകം, എല്ലാത്തിനും ഉപരിയായി കാരുണ്യത്തിന്റെ ഒരു മുഖം. അതാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. സഭയിലെ മിഷണറി കോൺഗ്രിഗേഷൻ MSTയിലെ അംഗം എന്നുള്ള നിലയിൽ ആഗോളതലത്തിൽ സിറോ മലബാർ സഭ മിഷൻ ചൈതന്യത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് മാർപ്പാപ്പയായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് അതേക്കുറിച്ചുള്ള വീക്ഷണത്തെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. 2015 MST സഭാ സമൂഹത്തിന്റെ 50ാം ജൂബിലിയുടെ നിറവിലായിരുന്നു. ആ അവസരത്തില് നാട്ടിൽ നിന്നും യൂറോപ്പിൽ നിന്നും ജോലി ചെയ്യുന്ന MST സഭാ സമൂഹത്തിലെ ഏതാണ്ട് ഒരു 50ഓളം വൈദികര് എല്ലാവരും ഒന്നിച്ചുകൂടി ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ റോമിൽ, വത്തിക്കാനിൽ മാർപ്പാപ്പയിൽ നിന്ന് പ്രത്യേകമായിട്ട് ഒരു അനുഗ്രഹം ഏറ്റുവാങ്ങി ഞങ്ങള് ആ 50ാം ജൂബിലി ആഘോഷിക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അനുഭവം ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം പിതാവ് ഓരോ വൈദികനെയും പ്രത്യേകമായി എടുത്തെടുത്ത് കണ്ട് സംസാരിച്ച് അനുഗ്രഹിച്ച ഒരു സമയം.